ഞാൻ ഡോക്ടർ ഡാനിൽ സലീം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ജാർ സോഡയെ കുറിച്ചാണ്. വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാനീയമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഈ പാനീയം കുടിക്കാവോ, ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതുകൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യമായി തന്നെ ഈ സോഡ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, അതായത് ഈ പാനീയം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. ഈ സോഡ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കാർബോണിക് ആസിഡ് ആക്കിയാണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് അത് കാർബോണിക് ആസിഡ് എന്നുള്ളൊരു മൈൽഡ് ആസിഡ് ഉണ്ടാക്കിയാണ് ഈ സോഡ വഴി ചെയ്യുന്നത്. കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ആസിഡ് ആണ്. വിത്ത് pH എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 മുതൽ 5 വരെയോ അല്ലെങ്കിൽ 3 മുതൽ 4 വരെയോ pH ഉള്ള ഒരു ഫ്ലൂയിഡാണ്. അപ്പം അത് കുടിക്കുന്നതുകൊണ്ട്, വല്ലപ്പോഴും കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ കാന്താരി മുളകും അതിൻ്റെ കൂടെ പച്ചിലമുളകും അതുകൂടെ ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ pH 2 to 3 അല്ലെങ്കിൽ 3 to 4 താഴുകയാണ്. ഇപ്പൊ pH കുറയും തോറും നമ്മുടെ വയറിൽ അസിഡിറ്റി ഉണ്ടാവാനും വയറിൽ അൾസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളിത് സ്ഥിരമായി കുടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അസിഡിറ്റിയും അൾസറും ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമതായി, ഇത് ആര് കുടിക്കണം? ഇത് കുടിക്കാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അസിഡിറ്റി ഓൾറെഡി ഉണ്ട്, അവര് അൾസറിന് മരുന്ന് കഴിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഓൾറെഡി രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുളിച്ചു തട്ടുന്ന ആൾക്കാരാണ്, അത് GERD എന്നുള്ള അസുഖമുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഫുൾ ജാർ സോഡ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ അസിഡിറ്റി കൂടാനും ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ആവാം. പിന്നെ മൂന്നാമതായി, ഈ പാനീയത്തിൽ നമ്മൾ അഡീഷണൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളത്, കാരണം ഷുഗർ കൂടുന്തോറും നമ്മുടെ ബോഡിക്ക് അത് നല്ലതല്ല. ഷുഗർ ഒത്തിരി ആഡ് ചെയ്തിട്ട്, ഇപ്പം സോഡയ്ക്കകത്ത് തന്നെ ഷുഗർ ആഡ് ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് ഹെൽത്തിന് ഇഷ്യൂ ആണ്. വണ്ണം കൂടാനും പിന്നെ അതുപോലെ ഡയബറ്റീസ് ഭാവിയിൽ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ടാണ് സോഡയ്ക്കകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഏകദേശം നല്ല ഷുഗർ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് സോഡയിൽ. പിന്നെ അടുത്ത ഇനി ശ്രദ്ധിക്കാനുള്ളത് കളറാണ്. കളർ ആഡ് ചെയ്യുന്നത് ഇപ്പൊ പലയിടത്തും ഇപ്പൊ ട്രെൻഡിങ് വരുന്നത് പല കളറിലുള്ള, പച്ച കളറിലും ചുവന്ന കളറിലുള്ള ഫുൾ ജാർ സോഡയൊക്കെ കാണുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം ഈ കളറുകൾ നമുക്ക് ബോഡിക്ക് ഒട്ടും നല്ലതല്ല. അത് ബോഡിക്ക് ഒത്തിരി ക്യാൻസറസ് അല്ലാതെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന കളറുകളാണ് ഇപ്പൊ വിപണിയിലുള്ളത്. അത് അപ്രൂവ്ഡ് ആണെങ്കിൽ പോലും ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ്, അപ്രൂവ്ഡ് ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷെ എന്നെങ്കിൽ പോലും പല ഹെൽത്ത് ഇഷ്യൂസും ഈ കളർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും അവസാനമായി 5-മതായി എനിക്ക് പറയാനുള്ളത്, ഈ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മഴക്കാലമാണ്, നമുക്ക് ടൈഫോയിഡ്, കോളറ അല്ലെങ്കിൽ ഡയറിയൽ ഡിസീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം വളരെ, 2 ഹോട്ടൽ ഇപ്പൊ റെയ്ഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ ഇന്നലെ വാർത്തയിൽ കേട്ടു. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളം നല്ല വൃത്തിയാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ജാർ സോഡ 1-2 പ്രാവശ്യമൊക്കെ കുടിക്കുന്നതുകൊണ്ട് ഒന്നും തെറ്റില്ല. പക്ഷെ കറക്റ്റായിട്ട് ഇതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെയാണ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പറയുന്ന സമയത്ത് അധികം എരിവില്ലാത്ത, അധികം പിന്നെ മധുരമൊന്നും ഇടാതെ കളറില്ലാത്ത ഫുൾ ജാർ സോഡ വല്ലപ്പോഴും കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല.